സ്കോട്ട്ലൻഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തേക്കും. വെൽക്കം ബാക്ക് ടു മീറ്റ് ദ ലെൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യെസ്, ഞങ്ങൾ സ്കോട്ട്ലൻഡ് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെ ബസ്സേയും പൊന്നും ഉണ്ടായിരുന്നു. ഞാനൊന്ന് വർക്കിംഗ് ആയതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് ഞങ്ങൾ ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങളൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് ഓർത്തു. സ്ട്രെയിറ്റ് ഞങ്ങൾ ലീഡ്സിലോട്ടാണ് പോയത്. ഇവിടെ നിന്ന് ലീഡ്സിലോട്ട് ഒരു 4 hours ജേർണിയാണുള്ളത്. ഞങ്ങളിപ്പോൾ വ്യക്തമായ കാൽക്കുലേറ്റ് ചെയ്താണ് കേട്ടോ ഗ്യാപ്പ് എടുക്കുന്നത്. 4 hours ഡ്രൈവിന് ശേഷമാണ് ഞങ്ങളൊരു ഗ്യാപ്പ് എടുത്തത്. കുറച്ച് വണ്ടി മൂവായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭൂക്കാൻ തുടങ്ങി. പൊന്ന് നല്ല അടിപൊളി ഷവർമയൊക്കെ ആക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. മെയിനായിട്ട് നമ്മൾ സ്കോട്ട്ലൻഡോട് ട്രിപ്പ് പോകുമ്പോൾ ഫുഡ്, അക്കോമഡേഷൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുഡ് ഭയങ്കര ശോകമാണ്. അത് സ്കോട്ട്ലൻഡ് കയറി കഴിയുമ്പോഴത്തേനും ഈ ഹൈലാൻഡ്സ് പോലുള്ള ഏരിയകളിലൊക്കെ പോകുമ്പോഴത്തേനും ഫുഡ് ഭയങ്കര ശോകമാണ്. അതുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഫുഡൊക്കെ ക്യാരി ചെയ്യുക. ഈറ്റബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞങ്ങൾ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ടിയായിരുന്നു. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലോട്ട് ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പോയി വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതൊക്കെ ഞങ്ങൾ നികത്തിയാണ് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ലീഡ്സിൽ ഞങ്ങളൊരു 12-12:30 ഒക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ കൂടെ എൻ്റെ ബ്രദർ തൊട്ടടുത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവനെയും കൂടെ കയറി കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ താമസിച്ചത് ലീഡ്സിലാണ്. ഒരു 2 o'clock ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്ത് ഒരു 10 o'clock നെക്സ്റ്റ് ഡേ 10 o'clock ചെക്ക് ഔട്ട്. പക്ഷെ ഞങ്ങളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഇത് ഞങ്ങൾ ഹോൾ വീടായിട്ടാണ് എടുത്തേക്കുന്നത്. ഈ വീടിന് ഞങ്ങൾക്ക് ആക്ച്വലി ആയത് 77 pounds ആണ്. 2 റൂം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ മെയിൻലി ഇങ്ങനെ കുറച്ച് ഹൈജീൻ്റെ ഒക്കെ സീനുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വൃത്തി ഭയങ്കരമായിട്ട് നോക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഓക്കെ ആയിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. 2 റൂം ഉണ്ടായിരുന്നു. 2ഉം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ടോയ്ലറ്റ് ആണെങ്കിലും നല്ല വൃത്തിയായിരുന്നു. പിന്നെ ഒരു ഹോൾ വീട് നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും നന്നായിട്ടാണ് തോന്നിയത്. പിന്നെ ഞങ്ങളെല്ലാം ബുക്ക് ചെയ്തത് booking.com വഴിയാണ്. 77 pounds ഇതെനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 o'clock തന്നെ ഞങ്ങൾ ലീഡ്സിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാരണം ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിഞ്ഞൊരു ട്രിപ്പാണിത്. യൂഷ്വലി ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേനും നന്നായിട്ട് ഉറങ്ങി സുഖിച്ചൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ ട്രിപ്പിൽ ഞങ്ങൾ ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിഞ്ഞു എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് പ്ലേസ് എത്ര മണിക്കുള്ളിൽ എത്തണം എന്നൊരു വ്യക്തമായ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്ന് നിർത്തി. അത് ലീഡ്സ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഇതൊരു സർവീസിലാണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. പുട്ടായാലോ? പുട്ടും പഴം ചമ്മന്തി ആ പറഞ്ഞത് അങ്ങ് അറം പറ്റി. ഇതുപോലെ വണ്ടി നേരെ മെഗ്ഡിയിലോട്ടാണ് പോയത്. കാരണം ആ ഒരു ഏരിയയിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റ്സോ ഹോട്ടൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തൊട്ട് ബാക്കിൽ തന്നെ ഉള്ള ഗ്രെക്സിൽ പോയി വായിക്കൊള്ളാത്ത എന്താണ്ടൊക്കെയോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ ലാറ്റയും ക്യാപ്പച്ചീനും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ 4 ഹോട്ട് ചോക്ലേറ്റ്. പിന്നെ അവരവർ ഓർഡർ ചെയ്ത് എന്താണ്ടൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല, പിന്നെ വിശപ്പായതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് എത്തി എന്നതിൻ്റെ സൂചനയാണ് ഈ ആട്ടിൻപറ്റങ്ങളും പിന്നെ ഈ കുന്നും മലയും ഒക്കെ. എന്നിട്ടും വിശപ്പ് തീർന്നില്ലെങ്കിൽ വല്ല പുണ്ണാക്കോ കാലത്തീറ്റയോ കാടികളിലോ കലക്കി കൊടുക്കാൻ പറയുന്ന അവസ്ഥയാണ് എനിക്ക്. ഇത് കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറാത്തതുകൊണ്ട് ഞാൻ ഒരു ആപ്പിളും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട്. കഴിച്ച് പകുതിയായപ്പോൾ എനിക്ക് മതിയായി. അപ്പോൾ അത് ലിനുവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഓർത്തപ്പം അവിടെ നിന്നും അവനത് റെഫ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള എഡിൻബർഗ് ആണ്. അപ്പോൾ എഡിൻബർഗ് എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് മിനുക്കുപണികൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി എന്നാണ് എഡിൻബർഗ് സിറ്റി അറിയപ്പെടുന്നത്. ആ പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അത് മാത്രമല്ല ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറാണ് ഇവിടുത്തെ ബിൽഡിങ്സിനെ മറ്റുള്ള സിറ്റിയിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എഡിൻബർഗ് ആക്ച്വലി ഒരു 3 ദിവസം കാണാനുള്ളതുണ്ട്.
സ്കോട്ടിഷ് മ്യൂസിയം, എഡിൻബർഗ് കാസിൽ, റോയൽ മെൽ, അങ്ങനെ ഒത്തിരി അട്രാക്ഷൻസ് എഡിൻബർഗിലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ, സ്പോട്ട് ബുക്കിംഗ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുവരാനാണെങ്കിൽ ഒരു 2-3 ദിവസം നിന്ന് കാണാനുള്ളതുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ടായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുറച്ചധികം പ്ലേസസ് കവർ ചെയ്യുന്നത് കൊണ്ട് എഡിൻബർഗ് ഞങ്ങൾ ജസ്റ്റ് 1 ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഡിൻബർഗ് ആക്ച്വലി നല്ല തിരക്കുള്ളൊരു സിറ്റിയാണ്. സ്കോട്ട്ലൻഡിൽ പോയത് വെച്ചിട്ട് ഇത്രയും തിരക്കുള്ളൊരു സിറ്റി എഡിൻബർഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ എഡിൻബർഗ് സിറ്റി ഫുള്ള് നടന്ന് തന്നെ കാണണം. അതിലേക്കൂടെ നടക്കുമ്പോഴത്തേനെ നമുക്ക് അവിടുത്തെ ഒരു റോയൽ റിച്ച് ഫീൽ, ഒരു പുരാതനമായിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അത് ഞാൻ എത്ര ഈ ഫോണിൽ പകർത്തിയാലും നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവില്ല. അത് ഞങ്ങൾ അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റിൽ വീക്കെൻഡ്സ് ആണെങ്കിലും ഓഫ് ഡേയ്സ് ആണെങ്കിലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും ഫുള്ളിങ്ങനെ പ്രോഗ്രാംസും ലൈവ് ഷോസും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര തിരക്കുമാണ് കേട്ടോ സിറ്റി ഫുള്ള്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇത് വർക്കിംഗ് ഡേ ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആയിരുന്നു, എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ലണ്ടനും എഡിൻബർഗും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ലണ്ടനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര ഒരു ഡ്രീം വേൾഡ് പോലെയാണ് തോന്നുന്നത്. കാരണം ലണ്ടനിലെ ബിൽഡിങ്സൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ്ഡൊക്കെ ആയിട്ടുള്ള ബിൽഡിങ്സാണ്. പക്ഷേ അവിടുന്ന് എഡിൻബർഗ് വരുമ്പോൾ ആ ഗോതിക് സ്റ്റൈലുള്ള ബിൽഡിങ്സും അവിടുത്തെ ആർക്കിടെക്ചർ, പിന്നെ നമ്മൾ ബിൽഡിങ്സിനകത്ത് കാണുന്ന ഒരു കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് നമുക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നും. സത്യത്തിൽ അവരുടെ പഴമ നമുക്ക് ഭയങ്കര പുതുമയായിട്ട് തോന്നും. ഭയങ്കര ഭംഗിയാണ്. അത് ഞാൻ എത്ര തന്നെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ വന്ന് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. പിന്നെ എടുത്തു പറയാനുള്ളത് സ്കോട്ടിഷ് വിൻ്റർ വെയർസിനെ കുറിച്ചിട്ടാണ്. ഹൈ ക്വാളിറ്റി വൂൾ ആൻഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ തന്നെ നെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ ചെയ്തെടുക്കുന്ന വിൻ്റർ വെയർസ് ആണ് അവിടെ ഉള്ളത്. ആക്സസറീസ് ആണെങ്കിൽ പോലും ലൈക്ക് ഗ്ലൗസ്, സോക്സ്, സ്റ്റോൾസ്, ഇതൊക്കെ ആണെങ്കിൽ പോലും സെയിം രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ അവർ തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും, പക്ഷെ നല്ല ഡ്യൂറബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഒക്കെയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അവരുടേത്. സ്കോട്ട്ലൻഡ് പോകുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ബക്കറ്റ് ലിസ്റ്റ് ചെയ്തോ, എന്തായാലും ചെയ്യണം എന്ന് മസ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് റോയൽ മൈലിലൂടെ ഉള്ളൊരു വോക്ക്. അതെന്തായാലും മിസ് ചെയ്യരുത്. നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു വോക്കാണത്. അറ്റ് ദ ടോപ്പിൽ എഡിൻബർഗ് കാസിൽ ആൻഡ് അറ്റ് ദ ബോട്ടം ഹോളിവുഡ് പാലസ്. ഹോളിവുഡ് പാലസ് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് മൊണാക്സിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. റോയൽ മൈലിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ സ്കോട്ടിഷ് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ആർക്കിടെക്ചറിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായൊരു അവലോകനം നമുക്ക് തരും. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ സ്കോട്ടിഷ് വിസ്കീസിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. സ്കോട്ട്ലൻഡ് ഈസ് ഫേമസ് ഫോർ ദെയർ വിസ്കീസ്. അവർ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന അവരുടെ തന്നെ വിസ്കീസ് ആണ് ഇവിടെ ഉള്ളത്. എൻ്റെ കണ്ണു പോയത് അവരുടെ വിസ്കീസിലല്ല, അവരുടെ പാക്കേജിങ്, അവരുടെ കുപ്പിയുടെ ഷേപ്പൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെയും ഇങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുപ്പിയൊന്നും കണ്ടിട്ടേ ഇല്ല. നല്ല അടിപൊളി കാണാൻ ഭംഗിയുള്ള കുപ്പികളായിരുന്നു. വീണ്ടും കുറച്ച് ലൈവ് ഷോസ്. ഇവിടെ മൊത്തം നമ്മളിങ്ങനെ നടക്കുന്ന വഴികളിൽ മൊത്തം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ലൈവ് ഷോസ് ഇങ്ങനെ അവർ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ എഡിൻബർഗ് കാസിൽ. അത്രയും ദൂരം പോയൊരു വീഡിയോ എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, ഒരുപാട് നടക്കണം, അത് വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ദൂരെ നിന്ന് സൂം ചെയ്ത് വീഡിയോ എടുത്തത്. ഇത് ESF എഡിൻബർഗ് സ്ട്രീറ്റ് ഫുഡ്. യെസ്, എഡിൻബർഗ് സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ കുഞ്ഞു കോർണർ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. എവിടെ പോയാലും നമുക്ക് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിലോട്ടാണല്ലോ കണ്ണു പോവുക. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ട്രിപ്പിന് വന്നപ്പോഴേ പ്ലാൻ ചെയ്തതാണ്. ഇത്തവണത്തെ ട്രിപ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തമായ ഒരു ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് ഫുഡൊക്കെ കുറച്ച് അങ്ങനെ വലിച്ചു വാരി തിന്നലൊന്നും ഇല്ലാതെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1-2 കിലോ എങ്കിലും കുറയണം എന്നുള്ളത്. പക്ഷേ ഫുഡ് കാണുമ്പോൾ ഞങ്ങൾ അവിടെ ഫ്ലാറ്റാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാട്ടിനടിയാണ്. ഇതെനിക്ക് തോന്നുന്നു ലിനു ഓർഡർ ചെയ്ത എന്തോ ഡിഷാണ്. അത് ചെറിയൊരു ഫ്ലോപ്പായി. ഈ നമ്മുടെ അരിയില്ലേ, വേവാത്ത അരി അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുന്നൊരു സാധനമാണ്. അതിലെന്തെങ്കിലും ഒരു ടേസ്റ്റ് വന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ സോയാ സോസും അങ്ങനെ എന്താണ്ടൊക്കെയോ സോസ് ഒഴിച്ച് കഴിച്ച് നോക്കിയതാണ്. സോയാ സോസ് ഇല്ലാത്ത വാങ്ങി കഴിച്ചോക്കെ. ചോറ് ചിക്കൻ എങ്ങനെയുണ്ട്?
ഒരു കല്യാണം കഴിച്ച് എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. നമ്മളും പഠിക്കണം, കെട്ടിയോനെയും പഠിപ്പിക്കണം. ലിനുവിനെ 2 സ്റ്റെപ്പ് പഠിപ്പിച്ചപ്പോഴത്തേനും ഞാൻ സൈഡായി. നീ അവിടെ പോയിട്ട് കറങ്ങണേ. ഓഫ് കോഴ്സ് പറഞ്ഞതുപോലെ ചെയ്യും. വെൻ ഹസ്ബൻഡ് നോസ് ഹൗ ടു ടേക്ക് ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമ്മൾ എന്ത് വേണോ ചെയ്തു കൊടുക്കും അല്ലേ. ഇതിന് വേണ്ടിയുള്ള വ്ളോഗല്ല, മീറ്റ് ദ ലെൻസിന് വേണ്ടിയുള്ള വ്ളോഗാണ്. തിരഞ്ഞു കിടക്കാം. കീറിയ ഡ്രസ്സ് വേണ്ടല്ലോ നീ. ഇത് അതുകൊണ്ടാണ് ഡ്രസ്സ് മേടിക്കാൻ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഡ്രസ്സ് മേടിക്കാൻ വന്നത്. എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും ഏത് സ്ഥലത്ത് പോയാലും പ്രൈമാർക്കിൽ കയറുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ ഒരിടവും കിട്ടത്തില്ല. ഡ്രൈമാർക്ക് ഇനി വീണ്ടും കുറച്ച് സ്ട്രേറ്റ് പെർഫോമൻസ്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഒരു 16 വട്ടമെങ്കിലും എടുത്തിട്ടാണ് ഒരു തവണ ടേക്ക് ഓക്കെ ആക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത് പെർത്തിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് പെർത്തിൽ നിന്ന് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകാനായിരുന്നു എളുപ്പം. അപ്പോൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു പ്ലേസിൽ നിന്ന് നെക്സ്റ്റ് പ്ലേസിലോട്ട് എത്ര ദൂരം ഉണ്ടോ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്ലേസിലോട്ടാണ് ഞങ്ങൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഒരു ഫാം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഞങ്ങൾ 2 വാഗൻസാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇതിന് മൊത്തത്തിൽ 143 പൗണ്ട്സാണ് ആയിട്ടുണ്ടായത് 2 വാഗൻസിനും കൂടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഞങ്ങളുടെ ട്രിപ്പിലെ എല്ലാ സ്റ്റേയും ഭയങ്കര അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. എന്നാൽ സൂപ്പർ സ്റ്റേസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വാഗണിലൊക്കെ. പക്ഷേ നല്ല സൂപ്പറായിരുന്നു. 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. പക്ഷെ ഞങ്ങളെത്താൻ കുറച്ച് ലേറ്റായി പോയതുകൊണ്ടാണ് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും കിട്ടാത്തത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി റണ്ണിങ് ബിസിനസ് പോലത്തെയാണ്. ഇതൊരു പുള്ളിക്കാരത്തി നടത്തുന്നതാണ്. പുള്ളിക്കാരത്തിയുടെ ഹൗസാണ് ഫ്രണ്ടിൽ, ബംഗ്ലോ ആണ് ഫ്രണ്ടിൽ. അവിടുന്ന് ബാക്കിൽ ഇവർക്ക് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അവർ സെറ്റപ്പാക്കിയ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനും ഇങ്ങനെ വിചാരിച്ചു നാട്ടിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിടാമല്ലോ എന്ന്. കാരണം വലിയ ചിലവൊന്നും ഇല്ലല്ലോ. 2 വാഗൺസ് കൊണ്ടിടുന്നു, അതിനകത്ത് വീട് സെറ്റാക്കുന്നു. പക്ഷേ നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അവിടുന്ന് കുറച്ച് സൈഡിലോട്ട് മാറിയാണ് കിച്ചൺ ഉള്ളത്. ഇതാണ് കിച്ചണും വാഷ്റൂമും ഷവർ ഏരിയയും ഒക്കെ. എന്ത് വൃത്തിയായിരുന്നു എന്നറിയാമോ? നല്ല വൃത്തിയായിരുന്നു. ഫ്രിഡ്ജും എല്ലാം ടോസ്റ്ററും എല്ലാം ഉണ്ട്. അവരുടെ ഫാമിൽ തന്നെ എല്ലാ പാലും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടയും പാലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കുക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊക്കെ സെറ്റപ്പാണ് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. ഞാൻ എല്ലാ സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ലിങ്കിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇവരുടെ സർവീസ് എടുത്ത് പറയേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല സർവീസായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ ഇട്ട് കുടിച്ചപ്പോഴത്തേനുമാണ് എല്ലാവർക്കും ഇച്ചിരി ജീവൻ ഉണ്ടായത്. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഇച്ചിരി ചായ ഇട്ട് കുടിക്കുമ്പോഴത്തേനുള്ളൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പം ഞങ്ങൾക്കറിയാമായിരുന്നു, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലോട്ട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരികയോ എന്തെങ്കിലും മേടിച്ചിട്ട് വരികയോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചാണ് വന്നത്. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഫ്ലാറ്റായി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വയ്യായ്ക ഉണ്ടായിരുന്നു, ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീട് മാറിക്കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരത്തില്ലാത്തൊരു സീനുണ്ട് ഇങ്ങനെ മാറിക്കിടക്കുമ്പോഴത്തേനും. പക്ഷേ ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. രാത്രി കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. ഇതിൻ്റെ ബാക്കിലോട്ട് ഫുൾ ഇവരുടെ ഫാമും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റേ എടുത്തപ്പോൾ ഞാൻ ആലോചിച്ചത് നമുക്കൊരു 2 ദിവസമൊക്കെ നിന്ന് കാണാനുള്ളത് ഈ സ്റ്റേയിലുണ്ട്. അവരുടെ ഫാമും കാര്യങ്ങളും ഒക്കെ 2 ദിവസം നിന്ന് കാണാനുള്ളതുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത്. ഇത് ഇവിടുത്തെ ഹൗസ് ഡോഗ് ആണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഈ ബോളും പിടിച്ചുകൊണ്ട് വരുവാണ്. ഇതിങ്ങനെ ഇട്ട് തരുവാണ്. നമ്മളെടുത്ത് എറിയണം, അവൻ പോയി എടുക്കും. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവൻ അനങ്ങാനൊന്നും വയ്യ, നമ്മൾ എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ ബ്ലൂ ഡ്രസ്സാണ് കേട്ടോ ഇവിടുത്തെ ഓണർ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളെ ഫാമൊക്കെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോവാണ്. കുറച്ചധികം നടക്കാനുണ്ട്. പുള്ളിക്കാരത്തി റിട്ടയർ ആയതിന് ശേഷം ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ഫാമൊക്കെ ആയിട്ട് പീസ്ഫുൾ ലൈഫിൽ ഇങ്ങനെ പോവുകയാണ്.
ഇതൊക്കെ പുള്ളിക്കാരത്തെ കെറ്റിൽസ് ആണ് കേട്ടോ. എനിക്ക് അതിശയം തോന്നിയത് അതല്ല, പുള്ളിക്കാരത്തി ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി അവിടെ ചെന്ന് പേര് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ആരെയാണ് വിളിക്കുന്നത് അവർ ഓടി അടുത്ത് ചെല്ലുന്നുണ്ട്. എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. സാധാരണ നമ്മൾ വളർത്തുനായക്ക് ഒക്കെ അല്ലേ നമ്മൾ പേരിട്ട് വിളിക്കാറ്, പക്ഷേ ഈ കുതിരയ്ക്കാണെങ്കിലും ഇതൊക്കെ പോണീസാണ് കേട്ടോ. ഇവർക്കാണെങ്കിലും പുള്ളിക്കാരത്തി വിളിക്കുമ്പോൾ ഇവർ അടുത്ത് ചെല്ലുന്നുണ്ട്, ആ പേര് വിളിക്കുമ്പോൾ അടുത്ത് ചെല്ലുന്നുണ്ട്. അത്രയും അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആ ഒരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ രാവിലെ നോക്കിയപ്പോൾ പുള്ളിക്കാരത്തി ഇവരോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവർക്കിടയിലെ കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. രാത്രി വന്ന് കയറിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വാഗൻ്റെ ബാക്കിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അതിശയത്തോടെയാണ് ഞങ്ങൾ നോക്കിയത്. ഇതൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു, എന്നിട്ടും ഒരു അനക്കം പോലും ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ എന്ന്. ഇതിനൊക്കെ പുറമെ ഇവിടെ ഒരു അടിപൊളി ട്രഷർ സീക്രട്ട് പ്ലേസും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളത് വൈകിയാണ് കണ്ടുപിടിച്ചത്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. ചുമ്മാ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ഒരു സൗണ്ടോ അനക്കമോ ഒന്നുമില്ല, ഭയങ്കര രസമായിട്ട് തോന്നും. ഈ ഫാമൊക്കെ ചുറ്റി കണ്ടപ്പോൾ ഞങ്ങളുടെ കുറച്ച് സമയം അവിടെ വേസ്റ്റായി. പ്ലാനിങ്ങിൽ ഇല്ലാത്ത കുറച്ച് സമയമാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇത് Day 1 വിശേഷങ്ങളാണ്. Day 2 വിശേഷങ്ങൾ വേഗം തന്നെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ.